സ്വാഗതം. എൻ്റെ പേര് പ്രിയ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സമ്മർ സ്കിൻ കെയർ റുട്ടീനും സമ്മറിൽ നമ്മുടെ സ്കിൻ എങ്ങനെ ഗ്ലോയിങ് ആയിട്ട് വെക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചില ടിപ്സുമാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ വിന്റർ യൂസ് ചെയ്തിരുന്ന പ്രോഡക്ട്സ് തന്നെ നമ്മൾ സമ്മറിലും യൂസ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് അപ്പോഴത്തെ ക്ലൈമറ്റ് ഒരുപോലെ ആയിട്ടുണ്ടാവും. സമ്മറിൽ നമ്മുടെ സ്കിന്ന് അതിന് അനുസരിച്ച് പോലെ ചേഞ്ച് ആവും. അപ്പോൾ നമ്മുടെ പ്രോഡക്ട്സും അനുസരിച്ച് പോലെ ചേഞ്ച് ചെയ്യുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ വേനൽക്കാലത്ത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോയിങ് ആയിട്ടിരിക്കാൻ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലും അത് കാണാൻ പറ്റും. നമ്മുടെ സ്കിന്ന് നന്നായി ഡ്രൈ ആവും, റിങ്കിൾസ് ചുരുക്കങ്ങളെല്ലാം വരാൻ സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ് വളരെ ഡള്ളാവും, നമുക്ക് ടയർഡ്നെസ് ഉണ്ടാവും, അതുപോലെ തന്നെ മുടി കൊഴിച്ചിലുണ്ടാവും, നമ്മുടെ കണ്ണിന് അത് കുഴപ്പമുണ്ടാവും. അതുപോലെ ബോഡിയിൽ പല പല പ്രോബ്ലംസ് സമ്മറിൽ, അതായത് വേനൽക്കാലത്ത് നമ്മൾ വെള്ളം കുറവായി കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന ആഹാരമാണ്. ആഹാരം എന്ന് പറയുമ്പോൾ നമുക്ക് സീസണൽ ആയിട്ട് കിട്ടുന്ന പച്ചക്കറികളും പഴങ്ങളും എല്ലാം ധാരാളം കഴിക്കുക. നമുക്ക് വേനൽക്കാലത്ത് പൊതുവെ മാങ്ങ, ചക്ക, പൈനാപ്പിൾ, തണ്ണിമത്തൻ ഇതുപോലെ കുറേ സീസണൽ ഫ്രൂട്ട്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതത് സീസണിൽ കിട്ടുന്ന പഴങ്ങളെല്ലാം തന്നെ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ന്യൂട്രീഷണൽ റിക്വയർമെന്റ് പൂർത്തിയാവും. നമ്മൾ ഫാൻസി ആയിട്ട് കടകളിൽ കിട്ടുന്ന ഫോറിൻ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും സീസണൽ ആയിട്ട് കിട്ടുന്ന പച്ചക്കറികളും പഴങ്ങളും വാങ്ങിച്ച് കഴിക്കുന്നതായിരിക്കും വളരെ നല്ലത്. വെള്ളരിക്കയില്ലേ, കുക്കുംബർ, അത് വളരെ നല്ലതാണ് സമ്മറിൽ കഴിക്കാനായിട്ട്. സമ്മറിൽ നമ്മൾ കുക്കുംബർ ജ്യൂസ് ഡെയിലി കുടിച്ചു കഴിഞ്ഞാൽ നമുക്കത് നേച്ചുറൽ സൺസ്ക്രീൻ ആയിട്ട് അത് പ്രവർത്തിക്കും. അതായത് നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പുറത്ത് പോയാൽ എന്ത് എഫക്റ്റ് ആണോ ഉള്ളത് അതുപോലെ തന്നെ നമ്മൾ കുക്കുംബർ ജ്യൂസ് കുടിച്ചു വരികയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നേച്ചുറലായിട്ട് അത് സൺസ്ക്രീൻ പോലെ പ്രവർത്തിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ പപ്പാളി കഴിക്കുന്നതും സപ്പോർട്ട കഴിക്കുന്നത്, സപ്പോർട്ടയിൽ വളരെയധികം ആൻറ്റി ഓക്സിഡൻസ് കൂടുതലുണ്ട്, അതായത് വിറ്റമിൻ സി കൂടുതലുണ്ട്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ നമ്മൾ കുറേ എടുക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ നേച്ചുറലായിട്ട് തന്നെ നമുക്കൊരു ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. അതായത് നമ്മുടെ സൂര്യനിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനുള്ള ഇമ്മ്യൂണിറ്റി കുറേ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കഴിക്കുക. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ നല്ല പ്രോഡക്ട്സ് കൂടി യൂസ് ചെയ്ത് വരുന്നത് നല്ലതായിരിക്കും. നമ്മൾ മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സ്പൈസി ഫുഡ് ഒഴിവാക്കണം. നല്ല എരിവും പുളിപ്പും ഉള്ള ഫുഡെല്ലാം തന്നെ നമ്മൾ ഒഴിവാക്കണം. പുറത്ത് പോയിട്ട് കൂടുതൽ ജങ്ക് ഫുഡ് കഴിക്കുന്നതും ഒഴിവാക്കണം. അപ്പം ഇതെല്ലാം തന്നെ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഓയിൽ സെക്രീറ്റ് ചെയ്യാനും ആക്നെ, പിമ്പിൾസ്, ഇതുപോലെ റാഷസ്, അലർജി ഇതുപോലെ വരാനായിട്ട് വളരെയധികം ചാൻസസ് ഉണ്ട് നമ്മൾ ഇതുപോലെ സ്പൈസി ആയിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ. അത് മാത്രമല്ല നമ്മുടെ ഡൈജഷനും അത് പ്രോബ്ലം ആയിട്ട് തീരും. അപ്പോൾ നമ്മുടെ ബോഡിയിൽ നല്ല പ്രവർത്തനം, അതായത് മെറ്റബോളിസം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലും അത് പ്രതിഫലിക്കും. പിന്നെ നാലാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് നമ്മൾ സ്കിന്നിൽ ഇടാതിരിക്കണം. ഒരുപാട് ഹാർഷ് കെമിക്കൽസ് ചേർന്നിട്ടുള്ള സ്കിൻ പ്രോഡക്ട്സ് ആയാലും ഹെയർ പ്രോഡക്ട്സ് എല്ലാം തന്നെ നമ്മൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. അവസാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ഉറക്കമാണ്. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്ട്സ് ആണ്. അപ്പം മഞ്ഞുകാലത്ത് ഉപയോഗിച്ചിരുന്ന പ്രോഡക്ട്സ് ആയിരിക്കില്ല നമുക്ക് ഈ വേനൽക്കാലത്തും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രോഡക്ട്സ് ചേഞ്ച് ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ പ്രോഡക്ട്സ്, അതായത് നിങ്ങൾ സ്കിൻ ടൈപ്പിന് ഏറ്റ പോലുള്ള പ്രോഡക്ട്സ് നോക്കി വാങ്ങിക്കണം. ഫേസ് വാഷസ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് ബോഡിയിൽ ഇപ്പോൾ നല്ലപോലെ ഓയിൽ സെക്രീറ്റ് ചെയ്യും. അപ്പോൾ അതിനുള്ള പോലത്തുള്ള നല്ല ഫേസ് വാഷസ് നോക്കി വാങ്ങിക്കുക. ഫേസ് പാക്ക് ഉപയോഗിക്കുമ്പോൾ അതുപോലെ തന്നെ നല്ലത് നോക്കിയിട്ട് ഫേസിന് ചേരാവുന്ന ഫേസ് പാക്സ് ഉപയോഗിക്കുക. അതുപോലെ നിങ്ങൾ മാക്സിമം കുറച്ച് നേച്ചുറൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് വാങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോഡക്റ്റ് ആണ് ഞാനിപ്പോൾ കറണ്ടായിട്ട് 1 വീക്കായിട്ട് യൂസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ആ പ്രോഡക്റ്റിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രോഡക്റ്റ് ട്രൈ ചെയ്തത്. ബേസിക്കലി ഞാൻ നാച്ചുറൽ ബേസ്ഡ് ആയിട്ടാണ് ഞാൻ എപ്പോഴും ഫേസ് വാഷ് ആയാലും, അതായത് ഹോം മെയ്ഡ് ഫേസ് വാഷും ഹോം മെയ്ഡ് ഷാമ്പൂ ഇങ്ങനെയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചില പ്രോഡക്ട്സ് എല്ലാം ട്രൈ ചെയ്ത് വരുന്നുണ്ട്. അതിലൊരു പ്രോഡക്റ്റിൻ്റെ റേഞ്ചാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അത്രയും നേരം നമ്മുടെ സ്കിന്ന് വേനൽക്കാലത്ത് നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അകത്തേക്ക് കഴിക്കാവുന്ന ചെയ്യാവുന്ന ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കിയത്. ഇപ്പൊ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് പുറത്ത് അപ്ലൈ ചെയ്യാവുന്ന ചില കാര്യങ്ങളെല്ലാം തന്നെ നോക്കാം. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്ക്രബ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഡെഡ് സ്കിൻസ് എല്ലാം തന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് കളയുക. വേനൽക്കാലത്ത് നിറയെ ഡെഡ് സ്കിൻസ് ചേരാനായിട്ടുള്ള അവസ്ഥ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ 1-2 തവണ നല്ലൊരു സ്ക്രബ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസും നമ്മുടെ കൈ കാലുകളും എല്ലാം തന്നെ ബോഡി ഫുള്ളായിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ട് ഉണ്ടാവും. ഒരാഴ്ചയായിട്ട് വയം ആയുർവേദത്തിന്റെ കുങ്കുമാതി പ്യോർ ഗ്ലോ ഫേസ് സ്ക്രബാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ഫേസ് സ്ക്രബാണ്. പിന്നെ
ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ല ക്രീമി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കുങ്കുമാതി സ്ക്രബ് എടുത്തിട്ട് ഫേസിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കുറച്ച് മാത്രം മതി. അപ്പോൾ നമുക്ക് ഫേസ് ഫുള്ളും നെക്കും കവർ ചെയ്യാൻ പറ്റും. നല്ല ക്രീമി ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് സ്ക്രബ് ചെയ്യാനായിട്ട് ഈസി ആയിട്ടുണ്ടാവും. ഓയിലൊന്നും തന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ജെന്റിലായിട്ട് വേണം നമ്മൾ എപ്പോഴും ഫേസിൽ സ്ക്രബ് ചെയ്യാനായിട്ട്. അപ്പോൾ അപ്വാർഡ് മൊമെന്റിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. മൂക്കിന്റെ സൈഡിലും നമ്മുടെ മൂക്കിന്റെ മേലും നെറ്റിയിലും എല്ലാം തന്നെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ സ്ക്രബ് ചെയ്തതിന് ശേഷം നമ്മളൊരു 5 മിനിറ്റ്സ് ഫേസിൽ തന്നെ വിട്ടതിന് ശേഷം നമ്മൾ പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് വരണം. സ്ക്രബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ സ്കിന്ന് നല്ല സപ്പിളായിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി 2 ദിവസം കൂടെ കഴിയുമ്പോൾ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ട് ബ്രൈറ്റ് ആയിട്ട് ഉണ്ടാവും. ഞാനിപ്പോൾ കറണ്ട് ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന ഫേസ് പാക്കാണ് ഇത്. വയം ആയുർവേദയുടെ പാവന ആക്നെ കൺട്രോൾ ഫേസ് പാക്കാണ്. ഇതിനകത്ത് തന്നെ നമുക്കൊരു സ്പൂണും കൂടി തരുന്നുണ്ട്, വുഡൻ സ്പൂൺ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എടുത്ത് യൂസ് ചെയ്യാം. പാക്കിൽ തന്നെ കിട്ടിയ ഈ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഞാൻ 2 സ്പൂണാണ് ഈ പാക്ക് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഈ ചെറുതാണ് ഈ സ്പൂൺ. ഈ സ്പൂണിന്റെ 2 സ്പൂണും മതിയാവും. നമ്മുടെ ഫേസിലും നമ്മുടെ നെക്കിലും അപ്ലൈ ചെയ്യാനായിട്ട് വെറും 2 സ്പൂണും മതിയാവും. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കാം. ഞാനിതിപ്പോൾ തൈരിലാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്യാം. പിന്നെ തക്കാളി നീര്, പിന്നെ എന്താണ് തേൻ, ഇതുപോലെ എന്തിൽ വേണമെങ്കിലും നമുക്കിത് മിക്സ് ചെയ്യാം. എണ്ണയിൽ വേണമെങ്കിലും നമുക്ക് മിക്സ് ചെയ്യാം. വെളിച്ചെണ്ണയോ ആൽമണ്ട് ഓയിലോ ഇതുപോലെ എന്തിൽ വേണമെങ്കിലും നമുക്ക് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ തൈരിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. എനിക്ക് ഈ ഫേസ് പാക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഇതിൽ മാക്സിമം അടങ്ങിയിരിക്കുന്നത് ഫുൾ ആൻഡ് ഫുൾ നല്ല പവർഫുൾ ആയിട്ടുള്ള ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് ആണ്. അതുകൊണ്ടാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു ഫേസ് പാക്ക്. ഈ ഫേസ് പാക്ക് കുരുക്കൾക്ക് മാത്രമല്ലാതെ നമ്മുടെ ഫേസ് ലൈറ്റൻ ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ കോംപ്ലക്ഷൻ തന്നെ കുറച്ചുകൂടെ ബ്രൈറ്റ് ആക്കാനായിട്ടും വളരെ യൂസ്ഫുൾ ആണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് ഞാൻ വായിക്കാം. ഡ്രൈഡ് നീം ലീവ്സ്, അതായത് ആര്യവേപ്പില പൊടിച്ചത്, റോസ് പെറ്റൽസ്, റോസാപ്പൂക്കളുടെ ഇതല്ല, അശ്വഗന്ധ, കൊറിയാൻഡർ സീഡ്സ് പൗഡർ, മസൂർ ദാൽ, അതായത് പിങ്ക് കളർ നമ്മുടെ ദാലില്ലേ അത്, കൗലിൻ ക്ലേ എന്ന് പറയും. നമ്മൾ ഫേസിലെല്ലാം അപ്ലൈ ചെയ്യില്ലേ ക്ലേ, കൗലിൻ ക്ലേ എന്ന് പറയും. കാസ്റ്റർ ഓയിൽ ഉണ്ട്, ലോദ്ര എന്നുണ്ട്, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. സാൻഡൽവുഡ് പൗഡർ ഉണ്ട്, വെട്ടിവേര് ഉണ്ട്, അതായത് നമ്മുടെ രാമച്ചമില്ലേ അതാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. എസ്പെഷ്യലി നമ്മൾ സമ്മറിൽ യൂസ് ചെയ്യാനായിട്ട് വളരെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണിത്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ഞാൻ രാവിലെയാണ് ഈ പാക്ക് അപ്ലൈ ചെയ്തെന്നുണ്ടെങ്കിൽ പാക്ക് കഴിയുന്നതിന് ശേഷം ഗുഡ് വൈബ്സിന്റെ വാട്ടർമെലൺ ജെല്ലും കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഈ ജെല്ല് അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ടുള്ള പോലെ എനിക്കൊരു ഫീൽ ഉണ്ടാവും. എനിക്ക് പേഴ്സണലായിട്ട് ഈ ജെല്ല് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിത് മറക്കാതെ അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ രാത്രിയാണ് ഞാൻ പാക്ക് ഇടുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വയം ആയുർവേദയുടെ ഏലാതി മോയ്സ്ചർ റീസ്റ്റോറിങ് നൈറ്റ് ക്രീമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുന്നായിരിക്കും ഞാനിത് അപ്ലൈ ചെയ്തിട്ട് കിടക്കുന്നത്. പണ്ടല്ല ഞാൻ നൈറ്റ് ക്രീം യൂസ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1 വീക്കായിട്ട് ഇത് ഇട്ടപ്പോൾ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് ഒരുപാട് കെമിക്കൽസ് ഉള്ള പ്രോഡക്റ്റ് ഒന്നുമല്ല, കുറച്ച് ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഇതിൽ ചേർത്തത് കാരണമാണ് എനിക്കിത് ഇഷ്ടപ്പെട്ടത്. ഇത് രാത്രി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസം എണീക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് സപ്പിൾ ആയിട്ടുണ്ടാവും. പിന്നെ ഒരു പ്രോഡക്റ്റും കൂടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, വയം ആയുർവേദയുടെ തന്നെ റോസ് ആൻഡ് ജാസ്മിൻ ഡീപ്പ് ആക്ഷൻ ഫേസ് വാഷ് ആണ്. അപ്പോൾ ഞാൻ പൊതുവേ ഹോം മെയ്ഡ് ഫേസ് വാഷ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ 1 വീക്കായിട്ട് ഇത് യൂസ് ചെയ്ത് വരുന്നുണ്ട്. നല്ല ഫേസ് വാഷ് ആണ്, സമ്മറിന് പറ്റിയ ഫേസ് വാഷ് ആണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളും ധാരാളമായിട്ട് പേടിക്കാതെ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്രോഡക്റ്റ് ആണിത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്ര നേരം എന്നെ സഹായിച്ചതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതുപോലൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. Bye bye, take care.